നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കോവിഡ് രൂക്ഷമായതോടെ സംസ്ഥാനവും ഓക്സിജൻ ക്ഷാമത്തിലേക്ക്. 1000 മെട്രിക് ടൺ ഓക്സിജൻ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വെന്റിലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങളും കേരളത്തിന് അനുവദിക്കണമെന്നും ആവശ്യം. സംസ്ഥാനത്തെ പ്രധാന ആശുപത്രികളിൽ ഒന്നായ ശ്രീചിത്രയിൽ ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് ശസ്ത്രക്രിയകൾ നടത്താനായില്ല. മാറ്റിവെച്ചത് ന്യൂറോ കാർഡിയാക് വിഭാഗത്തിലെ 10 ശസ്ത്രക്രിയകൾ. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി ശ്രീചിത്ര ആശുപത്രി. കണ്ണൂർ ജില്ലയിലെ ഓക്സിജൻ ഫില്ലിംഗ് കേന്ദ്രത്തിൽ റെയ്ഡ്. അധികമായി സൂക്ഷിച്ച 39 ഓക്സിജൻ സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ധർമ്മശാലയിലെ കേന്ദ്രത്തിൽ തഹസിൽദാരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കോവിഡ് വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. സംസ്ഥാനത്തെത്തിയത് 4 ലക്ഷം കോവിഷീൽഡ് വാക്സിൻ കൂടി. കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ വാക്സിനേഷൻ കേന്ദ്രമാക്കാൻ തീരുമാനം. ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് 2ാം ഡോസ് വാക്സിനേഷന്. കോവിഡ് 2ാം തരംഗത്തിൽ സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്നു. 2 ആഴ്ചയ്ക്കിടെ മരിച്ചത് 507 പേർ. ചികിത്സയിലുള്ളവരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു. ഓക്സിജൻ കിട്ടാതെ തമിഴ്നാട്ടിലും കോവിഡ് മരണം. 11 പേർ മരിച്ചത് ചെങ്കൽപ്പേട്ട് സർക്കാർ ആശുപത്രിയിൽ. ആരോപണം നിഷേധിച്ച് ആശുപത്രി അധികൃതർ. ആശുപത്രിയിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടായിരുന്നുവെന്ന് അധികൃതർ. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു വരികയാണെന്നും വിശദീകരണം. അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി. ഓക്സിജൻ കിട്ടാതെ ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ 5 രോഗികൾ മരിച്ചു. ദുരന്തം രാത്രി 2 മണിയോടെ. സംഭവത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കുതിച്ചുയർന്ന രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം. 24 മണിക്കൂറിനിടെ 3,82,315 പേർക്ക് രോഗബാധ. 3,780 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. ആകെ രോഗികൾ 2,06,66,000 ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൗണ്ടേഷൻ 400 കിടക്കകളുള്ള കോവിഡ് ആശുപത്രി ആരംഭിച്ചു. കോവിഡ് ബാധിച്ചവർക്ക് ഇവിടെ ചികിത്സ സൗജന്യമാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി ഓൺലൈനായി ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുമായി നേരത്തെ നടത്തിയ ചർച്ചയിൽ 1000 കിടക്കകളുള്ള ആശുപത്രി തുടങ്ങാമെന്ന് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി വാക്ക് നൽകിയിരുന്നു. 600 കിടക്കകളുള്ള മറ്റൊരു ആശുപത്രി ഉടൻ പ്രവർത്തനം ആരംഭിക്കും. മിനി ലോക്ഡൌൺ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പോലീസ് പരിശോധന കർശനമാക്കി. മതിയായ കാരണങ്ങളില്ലാതെ റോഡിലിറങ്ങുന്നവരെ തടഞ്ഞ് പോലീസ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങി പ്രധാന നഗരങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് മൂന്നാറിൽ CSI വൈദികരുടെ മഹാധ്യാനം. ധ്യാനത്തിൽ പങ്കെടുത്തത് 480ഓളം വൈദികർ. പരിപാടി നടന്നത് ഏപ്രിൽ 13 മുതൽ 17 വരെ മൂന്നാറിലെ CSI പള്ളിയിൽ. ധ്യാനത്തിനെത്തിയ 80 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ വിശ്വാസികൾ. പങ്കെടുത്ത വൈദികരായ ബിജുമോൻ, ഷാൻ പി രാജ് എന്നിവർ കോവിഡ് ബാധിച്ച് മരിച്ചെന്നും പരാതിയിലുണ്ട്. കോവിഡ് സ്ഥിരീകരിച്ച 6 പേർ ഗുരുതരാവസ്ഥയിലാണ്. ധ്യാനത്തിന് നേതൃത്വം നൽകിയ ബിഷപ്പ് ധർമ്മരാജ് റിസാലവും നിരീക്ഷണത്തിലാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന മുറവിളി കോൺഗ്രസിൽ ശക്തമാകുന്നു. മറ്റന്നാൾ ചേരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ആവശ്യമുയരും. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേരുന്ന യോഗം കലുഷിതമാകും. മുല്ലപ്പള്ളിയെ ലക്ഷ്യം വെച്ച് A ഗ്രൂപ്പ്. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ രഹസ്യ യോഗം ചേർന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന ആവശ്യം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് ആര്യാടൻ മുഹമ്മദ്, ബെന്നി ബഹനാൻ, K ബാബു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ. നിലവിൽ കൂടുതൽ MLA-മാർ I ഗ്രൂപ്പിന്. പ്രതിപക്ഷ നേതാവിനെ MLA-മാർ കൂടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് K മുരളീധരൻ. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് ആവർത്തിച്ചു മുല്ലപ്പള്ളി. ഹൈക്കമാൻഡ് നേരിട്ട് മേൽനോട്ടം വഹിച്ച തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ മുല്ലപ്പള്ളിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ കേന്ദ്ര നേതാക്കൾക്കിടയിൽ 2 അഭിപ്രായം. സംസ്ഥാന കോൺഗ്രസിൽ ഉടൻ നേതൃമാറ്റം വേണമെന്ന നിലപാടില്ലെന്ന് K സുധാകരൻ. സാവകാശം ആലോചിച്ച് ബുദ്ധിപൂർവ്വമാണ് തീരുമാനമെടുക്കേണ്ടത്. വെള്ളിയാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുമെന്നും K സുധാകരൻ.
പാർട്ടിയും ഹൈക്കമാൻഡും എല്ലാം വിലയിരുത്തുമെന്നും കെ സുധാകരൻ. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എല്ലാവരും ഉൾക്കൊള്ളുമെന്നും പ്രതികരണം. സംഘടനാ രംഗത്ത് വീഴ്ചയുണ്ടായെന്ന് കെ മുരളീധരൻ. എക്സ് മാറി വൈ വന്നിട്ട് കാര്യമില്ല, താഴെത്തട്ടിൽ നിന്ന് മാറ്റമുണ്ടാകണം, തലമുറ മൊത്തം മാറണമെന്നില്ല, യൂത്ത് കോൺഗ്രസിനും KSUവിനും സ്വാതന്ത്ര്യം നൽകണമെന്നും കെ മുരളീധരൻ. കെ സുധാകരനെ KPCC പ്രസിഡന്റാക്കണമെന്ന കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ്. പ്രവർത്തകർ ഇഷ്ടപ്പെടുന്ന ശൈലിയാണ് സുധാകരന്റേത്. സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരാനാകുമെന്നും പാലക്കാട് മുൻ DCC പ്രസിഡന്റ് കൂടിയായ AV ഗോപിനാഥ്. കേരള മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നിർദ്ദേശിക്കും. നിർദ്ദേശം 18-ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചർച്ച ചെയ്ത് അംഗീകരിക്കും. CPM നിയമസഭാ കക്ഷി യോഗം ചേർന്ന് പിണറായിയെ രണ്ടാമത് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കും. ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് സാവകാശം ഉന്നയിക്കുക അതിനുശേഷം മാത്രം. മന്ത്രിസഭാ രൂപീകരണത്തിന് ഇടതുമുന്നണിയിൽ ഉഭയകക്ഷി ചർച്ച തുടരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി CPM നേതൃത്വം ചർച്ച നടത്തി. കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ച നാളെ നടക്കും. പുതിയ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകേണ്ടി വരുമെന്നതിനാൽ CPMന്റെയും CPIയുടെയും മന്ത്രിസ്ഥാനങ്ങൾ കുറഞ്ഞേക്കും. 4 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും അല്ലെങ്കിൽ 3 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും ചീഫ് വിപ്പും വേണമെന്ന നിർദ്ദേശം CPMന് മുന്നിൽ CPI അവതരിപ്പിച്ചെന്ന് സൂചന. E ചന്ദ്രശേഖരൻ, P പ്രസാദ്, K രാജൻ, ബാലചന്ദ്രൻ, ചിഞ്ചു റാണി, PS സുബാൽ, ചിറ്റയം ഗോപകുമാർ എന്നിവർ പരിഗണനയിൽ. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ടെങ്കിലും 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനമോ ഡെപ്യൂട്ടി സ്പീക്കറോ നൽകാൻ സാധ്യത. ഒന്നിലധികം മന്ത്രിസ്ഥാനം വേണമെന്ന ആഗ്രഹം പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് N ജയരാജ്. 1 മന്ത്രിസ്ഥാനം ആണ് ലഭിക്കുന്നത് എങ്കിലും പാർട്ടിക്കുള്ളിൽ തർക്കമുണ്ടാകില്ല, അർഹമായത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജയരാജ് ന്യൂസ് 18നോട്. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് RSPN കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി ഷാജി ഫിലിപ്പ് LDF കൺവീനർക്ക് കത്ത് നൽകി. തൃപ്പൂണിത്തുറയിലെ M സ്വരാജിന്റെ തോൽവിയിൽ CPM ഹൈക്കോടതിയിലേക്ക്. ബാബു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് CPM ആരോപണം. അയ്യപ്പന്റെ പേര് പറഞ്ഞാണ് K ബാബു വോട്ട് പിടിച്ചതെന്ന് തൃപ്പൂണിത്തുറ ഇടതുമുന്നണി കൺവീനർ CN സുന്ദരൻ ന്യൂസ് 18നോട്. തൃപ്പൂണിത്തുറയിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൂർണ്ണമായി എണ്ണാത്തത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും CPM. പോസ്റ്റൽ ബാലറ്റിൽ സീൽ ഇല്ലാത്തതിനാൽ മണ്ഡലത്തിലെ 1071 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയിട്ടില്ല. ബാലറ്റിൽ സീൽ ഇല്ലാത്തത് വോട്ടറുടെ വീഴ്ചയല്ലെന്ന് CN സുന്ദരൻ. BJPയിലും തലയുരുളാൻ സാധ്യത. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തോട് രാജിസന്നദ്ധത അറിയിച്ചെന്ന് സൂചന. ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളോട് രാജിവെക്കാൻ തയ്യാറെന്ന് അറിയിച്ചതായി റിപ്പോർട്ട്. വിശദമായി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന നിലപാടിൽ BJP കേന്ദ്ര നേതൃത്വം. ധാർമ്മികമായി പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുകൊണ്ട് മാത്രം നിലവിലെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. BJPയുടെ പ്രകടനത്തിൽ RSSന് കടുത്ത അതൃപ്തി. പാർട്ടിയിൽ മുരളീധരപക്ഷത്തിന്റെ ഏകാധിപത്യമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് എതിർവിഭാഗം. മാർത്തോമാ സഭ മുൻ അധ്യക്ഷൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയ്ക്ക് വിട. 103 വയസ്സായിരുന്നു. അന്ത്യം കുമ്പനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ. ഓർമ്മയാകുന്നത് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വിസ്മയമായ ആത്മീയാചാര്യൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ബിഷപ്പായിരുന്നു മാർ ക്രിസോസ്റ്റം. ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പായി പ്രവർത്തിച്ച പുരോഹിതനും മാർ ക്രിസോസ്റ്റമാണ്. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ മൃതദേഹം തിരുവല്ല സഭാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് നടക്കും. അന്തിമോപചാരം അർപ്പിക്കാൻ പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് സൗകര്യമൊരുക്കുകയെന്ന് മാർത്തോമാ സഭ നേതൃത്വം. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ വിയോഗത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മനുഷ്യരുടെ ദുരിതങ്ങളും വിഷമതകളും അകറ്റാൻ പരിശ്രമിച്ച വ്യക്തിത്വമായിരുന്നു മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയെന്ന് ട്വീറ്റ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും മാർത്തോമാ സഭയുടെ നഷ്ടത്തിൽ പങ്കുചേരുന്നതായും അനുശോചനക്കുറിപ്പിൽ പ്രധാനമന്ത്രി. മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രിയും. പൗരോഹിത്യത്തിന്റെ
ജനജീവിതത്തിന്റെ ഉന്നമനത്തിന് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് തെളിയിച്ച തിരുമേനിയായിരുന്നു അദ്ദേഹം. അനാഥരുടെ കണ്ണീരൊപ്പുന്നതിനും അവർക്ക് ആശ്വാസം എത്തിക്കുന്നതിനും ജീവിതം ഉഴിഞ്ഞുവെച്ച ശ്രേഷ്ഠ പുരോഹിതനെയാണ് നഷ്ടമായതെന്നും മുഖ്യമന്ത്രി. മാർ ക്രിസോസ്റ്റത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു വലിയ മെത്രാപ്പൊലിത്ത. ചെറുപുഞ്ചിരിയോടെ ആത്മീയ ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്നും ഗവർണർ ട്വിറ്ററിൽ. വലിയ മെത്രാപ്പൊലിത്തയുടെ മരണത്തിൽ അനുശോചിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എല്ലാ മതവിഭാഗങ്ങളുടെ സ്നേഹവും ആദരവും നേടിയ വ്യക്തിത്വമായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം എന്ന് രാഹുൽ ഗാന്ധി. ജനങ്ങളുടെ ഐക്യത്തിനു വേണ്ടി പ്രയത്നിച്ച മഹാനായ മനുഷ്യനെയാണ് നഷ്ടമായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. ജാതിമത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിച്ച പുരോഹിതനായിരുന്നു ക്രിസോസ്റ്റം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹമെന്നും AK ആന്റണി. മാനവസേവയാണ് യഥാർത്ഥ പൗരോഹിത ധർമ്മമെന്ന് തെളിയിച്ച മഹാനായിരുന്നു മാർ ക്രിസോസ്റ്റം തിരുമേനിയെന്ന് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. നന്മയുടെ പ്രകാശഗോപുരമായിരുന്നു അദ്ദേഹമെന്നും PS ശ്രീധരൻപിള്ള. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. മാനുഷികതയും ദൈവികതയും നിറഞ്ഞു നിന്ന സഭാശ്രേഷ്ഠനായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. എല്ലാ തുറകളിലുമുള്ള ജനങ്ങൾക്ക് അഭിഗമ്യമായിരുന്നു എന്നും ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റിയയാളായിരുന്നുവെന്നും മാർ ജോർജ് ആലഞ്ചേരി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇടതുപക്ഷത്തോടൊപ്പം എല്ലാ കാലത്തും ചേർന്നു നിന്നയാളാണ് മാർ ക്രിസോസ്റ്റമെന്ന് മുൻ മന്ത്രി AK ബാലൻ. പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എന്നും വെളിച്ചമായിരുന്നു അദ്ദേഹമെന്നും AK ബാലൻ. ചിരിയിൽ എല്ലാം ഒതുക്കി മതസൗഹാർദ്ദം നിലനിർത്താൻ എല്ലാ കാലവും ശ്രമിച്ചയാളാണ് ക്രിസോസ്റ്റം തിരുമേനിയെന്ന് G സുകുമാരൻ നായർ. വേർപാട് സമൂഹത്തിന് തീരാ നഷ്ടമാണെന്നും NSS ജനറൽ സെക്രട്ടറി. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നാലും കോൺഗ്രസ് നശിക്കില്ലെന്ന് K മുരളീധരൻ. കേരളത്തിൽ എന്ത് ചെയ്താലും കോൺഗ്രസ് തകരില്ല, BJP വളരുകയുമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്കെതിരായി കേന്ദ്രീകരിച്ചുവെന്നും K മുരളീധരൻ. കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്ന് K മുരളീധരൻ. BJP വളരുന്നത് തടയാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണ്. വത്സൻ തില്ലങ്കേരിയെ പോലുള്ളവരെ ഇടനിലക്കാരാക്കി CPM പല ശ്രമങ്ങളും നടത്തിയെന്നും ആരോപണം. BJPക്ക് വോട്ട് കുറഞ്ഞതിനാലാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമെന്നും K മുരളീധരൻ. BJP കേരളത്തിൽ ഇല്ലാതാകണം എന്നല്ല പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. UDFനെ തകർക്കാനുള്ള ഒരു വടി എന്ന നിലയിൽ BJPയെ കാണുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനം സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയിക്കുമ്പോൾ വിനയം കാണിക്കുന്നതിന് പകരം പ്രതിപക്ഷത്തെ ചീത്ത വിളിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും കുറ്റപ്പെടുത്തി. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ പിന്തുണച്ച് K മുരളീധരൻ. ഭരണമാറ്റമുണ്ടാകണമെന്ന് സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളൂ. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അഭിപ്രായം പറഞ്ഞതിന് അദ്ദേഹത്തെയും ചീത്ത വിളിക്കുകയാണ് ഇടതുമുന്നണി ചെയ്യുന്നതെന്നും K മുരളീധരൻ. A വിജയരാഘവന് അഹങ്കാരം തലയ്ക്ക് പിടിച്ചെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ബംഗാളിൽ ഒറ്റ സീറ്റ് പോലും വിജയിക്കാതെ രാജ്യത്ത് പ്രധാന റോൾ വഹിക്കാൻ പോകുന്നുവെന്ന് പറയുന്നു. ലോട്ടറി അടിച്ചെന്ന് കരുതി അഹങ്കാരം പാടില്ലെന്നും K മുരളീധരൻ. ഫേസ്ബുക്കിലെ വിമർശന കമന്റുകൾ ഡിലീറ്റ് ചെയ്ത് PK കുഞ്ഞാലിക്കുട്ടി. ഡിലീറ്റ് ചെയ്തത് വേങ്ങരയിലെ വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്റിന് വിമർശന കമന്റ് വന്നപ്പോൾ 5000 കമന്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴുള്ളത് കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കുന്നതും വിമർശകരെ കുറ്റപ്പെടുത്തുന്നതുമായ 900ഓളം മാത്രം. കമന്റുകൾ ഡിലീറ്റ് ചെയ്തതിനെതിരെയും പ്രവർത്തകരുടെ രൂക്ഷ വിമർശനം. ഈ കമന്റുകളും പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. വിമർശന കമന്റുകൾ ഇട്ടത് പാർട്ടി പ്രവർത്തകരും. വിമർശിച്ച അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തുവെന്നും പ്രവർത്തകർ. കോഴിക്കോട് പേരാമ്പ്ര കായണ്ണയിൽ ലീഗ് പ്രവർത്തകരുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. സംഭവം ഇന്നലെ രാത്രിയിൽ. വീട്ടിലെ ഫർണിച്ചറുകളും ജനൽ ചില്ലുകളും തകർന്നു. പോലീസ് അന്വേഷണം തുടരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com.
മഞ്ചേശ്വരത്ത് LDFന്റെ വോട്ട് UDFന് കിട്ടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പാലക്കാട് ഷാഫി ജയിക്കുന്നതാണ് നല്ലതെന്ന് AK ബാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. CPMഉം കോൺഗ്രസും തമ്മിലാണ് വോട്ട് കച്ചവടം നടന്നതെന്നും സുരേന്ദ്രൻ. കണ്ണൂരിൽ BJP UDFന് മറിച്ചിട്ടും LDF മികച്ച വിജയം നേടിയെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഇരിക്കൂറും പേരാവൂരും UDF ജയിച്ചത് BJPയുടെ വോട്ടുകൊണ്ടാണ്. തലശ്ശേരിയിൽ BJP വോട്ട് നൽകിയിട്ടും UDFന് ജയിക്കാനായില്ലെന്നും MV ജയരാജൻ. മലമ്പുഴയിലെ LDF സ്ഥാനാർത്ഥിയെ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് നിയമസഭയിൽ മറുപടി നൽകുമെന്ന് നിയുക്ത MLA A പ്രഭാകരൻ. മലമ്പുഴയിൽ 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മണ്ഡലത്തിൽ BS നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തുമെന്നും പ്രഭാകരൻ ന്യൂസ് 18നോട്. പാലായിലെ തോൽവിക്ക് പിന്നാലെ പരാതിയുമായി BJP സ്ഥാനാർത്ഥി പ്രമീള ദേവി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 14,000-ഓളം വോട്ടുകൾ ചോർന്നത് പരിശോധിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷന് നൽകിയ പരാതിയിൽ ആവശ്യം. താഴെത്തട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർട്ടി പരിശോധിക്കണമെന്നും പ്രമീള ദേവി. കളമശ്ശേരിയിലെ വോട്ട് ചോർച്ചയിൽ BJPക്കെതിരെ BDJS. NDAയുടെ വോട്ട് കുത്തനെ കുറയാൻ കാരണം BJPയുടെ നിസ്സഹകരണമെന്ന ആരോപണം. താഴെത്തട്ടിൽ യാതൊരു പ്രവർത്തനവും BJP നടത്തിയില്ലെന്നും വേണ്ടത്ര ഏകോപനം മണ്ഡലത്തിൽ ഉണ്ടായില്ലെന്നും BDJS സ്ഥാനാർത്ഥി PS ജയരാജൻ. സംസ്ഥാനത്ത് 2 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്നും, കോട്ടയം ജില്ലയിൽ നാളെയും യെല്ലോ അലർട്ട്. 24 മണിക്കൂറിനുള്ളിൽ 64 മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന് പ്രവചനം. തുടർച്ചയായി 3ാം വട്ടവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മമതാ ബാനർജി. ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാജ്ഭവനിൽ രാവിലെ 10:45-നായിരുന്നു ചടങ്ങ്. രാജ്യത്ത് തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 2ാമത്തെ വനിതാ നേതാവായി മമത. മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ ആരും സത്യപ്രതിജ്ഞ ചെയ്തില്ല. ചടങ്ങിൽ BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി മുഖ്യാതിഥിയായിരുന്നു. കോവിഡ് 2ാം വരവിനെ നേരിടാൻ വിപണി ഇടപെടൽ പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. കേന്ദ്ര സർക്കാരിന് പണമെത്തിക്കാൻ 35,000 കോടി രൂപയുടെ സർക്കാർ കടപ്പത്രം റിസർവ് ബാങ്ക് വാങ്ങും. റിസർവ് ബാങ്ക് പ്രഖ്യാപനം കടപ്പത്ര വിപണിയെയും സജീവമാക്കുമെന്ന് കണക്കുകൂട്ടൽ. വലിയ തോതിൽ വിറ്റൊഴിക്കൽ നടക്കുന്ന ഓഹരി വിപണിക്കും റിസർവ് ബാങ്ക് നീക്കം ആശ്വാസമാകും. വാക്സിൻ നിർമ്മാതാക്കൾക്കും ആരോഗ്യരക്ഷാ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്കും 50,000 കോടി രൂപയുടെ വായ്പ നൽകാനും തീരുമാനം. കോവിഡ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾക്കും ഈ വായ്പാ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ വഴി മൈക്രോ ഫിനാൻസുകൾക്ക് 10,000 കോടി രൂപ എത്തിക്കും. ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന് 500 കോടി രൂപയാണ് വായ്പ നൽകുക. സംസ്ഥാനങ്ങൾക്കുള്ള ഓവർ ഡ്രാഫ്റ്റ് തീയതി 45 ദിവസമായി വർദ്ധിപ്പിച്ചതായും RBI ഗവർണർ ശക്തികാന്ത ദാസ്. സംവരണത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി. സംവരണം ഒരു കാരണവശാലും 50% മുകളിലാകരുതെന്ന് സുപ്രീം കോടതി. 50% മുകളിൽ സംവരണം നൽകേണ്ടുന്ന അസാധാരണ സാഹചര്യം രാജ്യത്തില്ലെന്നും കോടതി. സംവരണ വിഭാഗങ്ങളെ നിശ്ചയിക്കാനുള്ള കേന്ദ്രാധികാരം ഭരണഘടനാനുസൃതമാണെന്നും സുപ്രീം കോടതി. വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചത് ഏകകണ്ഠമായി. മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട നിയമം നടപ്പാക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ സംവരണം 65%-ആയി ഉയരുമെന്നും സുപ്രീം കോടതി. കോവിഡ് പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് സഹായവുമായി ഓസ്ട്രേലിയ. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും 1000-ലേറെ വെന്റിലേറ്ററുകളും ഇന്ത്യയിലേക്ക് അയച്ചു. ഇവ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് കൈമാറും. പ്രായപൂർത്തിയായ 70% അമേരിക്കക്കാർക്കും ജൂലൈ 4-നകം വാക്സിൻ നൽകുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്ക ലക്ഷ്യമിടുന്നത് 16 കോടി പേർക്ക് വാക്സിൻ നൽകാൻ. ഇതിനകം വാക്സിൻ നൽകിയത് 11 കോടി ആളുകൾക്ക്. IPL-ലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ സെപ്റ്റംബറിൽ നടത്തുമെന്നത് പരിഗണിച്ച് BCCI. നിലവിൽ സെപ്റ്റംബറിൽ ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡിനെതിരായ പരമ്പര. മറ്റ് ക്രിക്കറ്റ് ബോർഡുകളുമായും ICCIയുമായും ചർച്ച നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനമെന്ന് BCCI. IPL നിർത്തിവെച്ചത് നിർഭാഗ്യകരമെന്ന് പഞ്ചാബ് കിംഗ്സ് സഹ ഉടമ നെസ് വാഡിയ. എന്നാൽ ഈ സമയത്ത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. സീസണിന്റെ ഭാവിയെപ്പറ്റി ഇപ്പോഴൊന്നും പറയാനാകില്ലെന്നും നെസ് വാഡിയ. IPL ടീം ചെന്നൈ സൂപ്പർ കിങ്സിലെ
ഒരാൾക്ക് കൂടി കോവിഡ്. രോഗം സ്ഥിരീകരിച്ചത് ബാറ്റിംഗ് പരിശീലകൻ മൈക്ക് ഹസിക്ക്. CSK ക്യാമ്പിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4 ആയി. ഈ വർഷത്തെ 2020 ലോകകപ്പ് UAE-യിലേക്ക് മാറ്റാൻ സാധ്യതയേറി. ഇന്ത്യയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ICC. ടൂർണമെന്റ് നടക്കേണ്ടത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. 16 രാജ്യങ്ങളിലെ കളിക്കാരെ ഇന്ത്യയിലെത്തിച്ച് സുരക്ഷിതമായി ലോകകപ്പ് നടത്തുക പ്രായോഗികമല്ലെന്ന് പ്രാഥമിക വിലയിരുത്തൽ. പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ UAE-യിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ഫ്രാഞ്ചൈസികൾ. പാകിസ്ഥാനിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കറാച്ചി സുരക്ഷിതമല്ലെന്ന് നിലപാട്. കോവിഡ് മൂലം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയ PSL-ൽ അവശേഷിക്കുന്നത് 19 മത്സരങ്ങൾ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഫൈനലിൽ കടന്ന മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാം പാദ സെമിയിലും PSG-യെ തോൽപ്പിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ സിറ്റി ഫൈനലിൽ കടക്കുന്നത് ഇതാദ്യമായി. രണ്ടാം പാദത്തിൽ സിറ്റിയുടെ ജയം മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. സിറ്റിക്ക് കരുത്തായി റിയാദ് മെഹ്സറിന്റെ ഇരട്ട ഗോൾ. വല കുലുക്കിയത് 63-ാം മിനിറ്റിൽ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികളെ ഇന്നറിയാം. റയൽ മാഡ്രിഡ് ചെൽസി രണ്ടാം പാദ സെമി രാത്രി 12:30-ക്ക്. ആദ്യ പാദ സെമിയിൽ ഇരു ടീമും ഓരോ ഗോൾ വീതം അടിച്ചിരുന്നു. മത്സരം ചെൽസിയുടെ തട്ടകത്തിൽ. ബാഴ്സലോണ യുവതാരം അൻസു ഫാറ്റിയുടെ കളത്തിലേക്കുള്ള മടങ്ങിവരവ് വൈകും. വീണ്ടും ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ. ഫാറ്റിയുടെ കാൽമുട്ടിന് പരിക്കേറ്റത് കഴിഞ്ഞ നവംബറിലാണ്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ സംരംഭമായ ദി 100 ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾക്ക് പങ്കെടുക്കാൻ അനുമതി. BCCI അനുമതി നൽകിയിരിക്കുന്നത് 4 വനിതാ താരങ്ങൾക്ക്. സ്മൃതി മന്ദാന, ഹർമൻപ്രീത് കൗർ, ദീപ്തി ശർമ്മ, റോഡ്രിഗസ് എന്നിവർക്ക് ടൂർണമെന്റിൽ വനിതാ പതിപ്പിൽ പങ്കെടുക്കാം. വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് 12 മാസത്തെ പ്രസവ അവധി അനുവദിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഈ കാലയളവിൽ പൂർണ്ണ വേതനവും നൽകും. പുരുഷ താരങ്ങൾക്ക് കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് 1 മാസം അവധി നൽകാനും തീരുമാനം. ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരം സ്റ്റുവർട്ട് മഗ്ഗിലിനെ തട്ടിക്കൊണ്ടുപോയ 4 പേർ അറസ്റ്റിൽ. പിടിയിലായത് സിഡ്നിയിൽ നിന്ന്. മഗ്ഗിലിനെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ മാസം 14-ന്. 1 മണിക്കൂറിലേറെ അക്രമികൾ മഗ്ഗിലിനെ തടവിൽ പാർപ്പിച്ചതായി പോലീസ്. ടോക്കിയോ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ നിന്ന് പിന്മാറി ലോകത്തെ ഏറ്റവും പ്രായമേറിയ മനുഷ്യൻ. 118 വയസ്സുകാരിയായ നതനാക പിന്മാറിയത് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്ത 6 പേർക്ക് ഇതിനകം രോഗം സ്ഥിരീകരിച്ചു. കുട്ടികൾക്കുള്ള വാക്സിൻ വിതരണവും ഉടൻ ആരംഭിക്കാനുള്ള ശ്രമത്തിൽ അമേരിക്ക. 12 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ളവർക്കായുള്ള വാക്സിൻ വിതരണം ഉടൻ തുടങ്ങുമെന്ന് റിപ്പോർട്ട്. സ്വാതന്ത്ര്യദിനത്തോടെ കൊറോണ വൈറസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനാകുമെന്ന് കരുതുന്നതായി ജോ ബൈഡൻ. ഇന്ത്യയിലെ 5G പരീക്ഷണങ്ങളിൽ നിന്ന് ചൈനീസ് കമ്പനികളായ വാവേയെയും ZTEയെയും ഒഴിവാക്കി വാർത്താ വിതരണ മന്ത്രാലയം. നോക്കിയയും എറിക്സണും അടക്കം 12 കമ്പനികൾക്ക് അനുമതി. News18 Express പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് Malayalam.news18.com.